പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, ഈ ദിവസത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ തിരുസന്നിധിയിലായിരിക്കുവാനും ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും, ഞങ്ങളുടെ കുടുംബങ്ങളെയും മക്കളെയും തിരിച്ചു പിടിക്കാനും വേണ്ടി അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ വലിയ ശുശ്രൂഷയോർത്ത്, ഈ പ്രാർത്ഥനയോർത്ത്, ഈ ആരാധനയോർത്ത്, അങ്ങയുടെ വലിയ കരുണയോർത്ത് ഈശോയെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ തമ്പുരാനെ, ഈ ശുശ്രൂഷയിലായിരിക്കുന്ന, ഈ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും, ഇവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, ഒപ്പം ഈ വലിയ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഈ പ്രിയപ്പെട്ട മക്കൾക്ക് ആവശ്യമായ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും അഭിഷേകമായി, ശക്തിയായി, സൗഖ്യമായി, വിടുതലായി നൽകി ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങനെ കർത്താവേ, സമാധാനത്തിലും സന്തോഷത്തിലും ആരോഗ്യത്തിലും അങ്ങയുടെ മക്കളും ഇവരുടെ കുടുംബവും ഇവിടെ പ്രിയപ്പെട്ടവരും ആയിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഇന്ന് പ്രത്യേകമായിട്ടും പ്രാർത്ഥിക്കാൻ പോകുന്ന ഒരു വിഷയം, നമ്മുടെ കുടുംബത്തില് കുടുംബാംഗങ്ങൾ തമ്മിൽ ഭയങ്കരമായ ഒരു ഐക്യം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കും. അതായത് പരസ്പരം സഹായിക്കാനും പ്രോത്സാഹിപ്പിക്കാനും മനസ്സിലാക്കാനും കുറ്റപ്പെടുത്താതെ അവരെ ചേർത്ത് പിടിക്കാനും സാധിക്കുന്ന ഒരു ബന്ധം. അതായത് എൻ്റെ കുടുംബത്തില് എന്നെ എല്ലാവരും സഹായിക്കുന്നു, എന്നെ പ്രോത്സാഹിപ്പിക്കുന്നു, എന്നെ മനസ്സിലാക്കുന്നു, എൻ്റെ ഏതെങ്കിലും അവസ്ഥയിൽ ആവശ്യത്തിൽ സഹായിക്കാൻ എൻ്റെ കുടുംബത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരുണ്ട്. എന്നെ കേൾക്കാൻ, എന്നെ സ്നേഹിക്കാൻ, എനിക്ക് വേണ്ട സൗഹൃദം തരാൻ, എന്നെ മനസ്സിലാക്കാൻ എൻ്റെ കുടുംബത്തിൽ എല്ലാവരും ഉണ്ട് എന്ന ഒരു അവസ്ഥ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. ഞാൻ അതിനായിട്ട് പറയാണ്, നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ഓരോരുത്തരും, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും, നമ്മുടെ കുടുംബത്തിലുള്ള ജീവിത പങ്കാളിക്ക്, മക്കൾക്ക്, സഹോദരങ്ങൾക്ക്, മാതാപിതാക്കൾക്ക്, അമ്മയ്ക്ക്, മരുമക്കൾക്ക് ഞാൻ നല്ല ഒരു സാന്നിധ്യമായിരിക്കും. സ്നേഹം കൊണ്ട്, ക്ഷമ കൊണ്ട്, പ്രാർത്ഥന കൊണ്ട് അവരെ മനസ്സിലാക്കി, അവരെ സ്നേഹിച്ച്, അവരെ കുറ്റപ്പെടുത്താതെ, അവരെ ശപിക്കാതെ, അവരെ താഴ്ത്തിക്കെട്ടാതെ, അവരെ പ്രോത്സാഹിപ്പിച്ച്, എപ്പോഴും നമുക്കറിയാം അങ്ങനെ ഒരു കൂട്ട് നമ്മുടെ കുടുംബത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ മക്കളോ, നമ്മുടെ ജീവിത പങ്കാളിയോ, നമ്മുടെ കുടുംബാംഗങ്ങളോ ഒരു പരിധിവരെ കുടുംബം വിട്ട് പുറത്തേക്ക് പോലും. ഇന്ന് നമ്മുടെ മക്കളുടെയൊക്കെ കുടുംബത്തിൻ്റെയൊക്കെ വലിയൊരു പൈശാചികമായ അവസ്ഥ എന്ന് പറയുന്നത്, കുടുംബത്തിൽ ഇങ്ങനൊരു ബന്ധമില്ല. അതുകൊണ്ട് കൂട്ടുകാര്, മറ്റുള്ള ലോകത്തിലുള്ളവര്, അത് നമ്മുടെ മക്കളെ തെറ്റായ സ്നേഹബന്ധത്തിലേക്ക്, കൂട്ടുകെട്ടിലേക്ക്, അതുമായിട്ട് ബന്ധപ്പെട്ട ഡ്രഗ്, പബ്ബ്, ഒത്തിരി കറങ്ങാൻ പോക്ക്, ഫുഡടിക്കാൻ പോക്ക്, ഇങ്ങനെയുള്ള പൈശാചികതയിലേക്ക്, അത് പിന്നെ നാശത്തിലേക്ക് നയിക്കണം. അതുകൊണ്ട് നമ്മുടെ ഒത്തിരി കുടുംബത്തിന്റെ ചൈതന്യം, യോസേപ്പിതാവ് മാതാവിനെ മനസ്സിലാക്കുന്നു, മാതാവ് യോസേപ്പിതാവിനെ മനസ്സിലാക്കുന്നു, ഉണ്ണീച്ചോ, ആ കുടുംബത്തിന്റെ ഒരു ചൈതന്യമുണ്ട് മക്കളെ. ഇന്ന് അത് അത്യന്താപേക്ഷിതമാണ് നമ്മുടെ കുടുംബത്തിൽ. നമ്മൾ ഈ മാസം സെപ്റ്റംബർ മാസത്തിന്റെ അവസാന ദിവസത്തിലാണ്. പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാള് നമ്മൾ ആഘോഷിച്ചുകൊണ്ട് ഈ മാസം ആരംഭിച്ചു. ഇതാ നമ്മൾ ഈ മാസം അവസാനിപ്പിക്കുമ്പോ നാളെ ഒക്ടോബർ മാസത്തിലേക്ക് പ്രവേശിക്കണം. ജപമാലയുടെ ശക്തി, ലെപ്പാന്റെ യുദ്ധത്തില് നമുക്ക് വിജയം നൽകിയ വിജയമാതാവിന്റെ തിരുനാള്, ഈ കൃപ നിറഞ്ഞ അമ്മയുടെ സാന്നിധ്യം, ഇതൊക്കെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒക്ടോബർ മാസത്തില് നമ്മൾ നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി ജപമാലയുടെ ശക്തിയില് പിശാചിനെതിരെയുള്ള ശക്തമായ ആയുധമായ ജപമാല എടുത്തുകൊണ്ട് നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ പോകും. ഈ പ്രാർത്ഥന, നാളെ മുതലുള്ള പ്രാർത്ഥനയുടെ അടിസ്ഥാനം നമ്മുടെ കുടുംബം ദൈവകൃപ നിറഞ്ഞ. അതായത് ഒരിക്കല് യോസേപ്പിതാവിന്റെ ആത്മീയ ജീവിതയാത്ര എന്ന പുസ്തകത്തില് ഒരു സംഭവം വായിക്കുന്നുണ്ട്. ഒരിക്കലും ഇങ്ങനെ പരിശുദ്ധ അമ്മയോട് യോസേപ്പിതാവ് പറയണം, എടി മേരി, നിനക്ക് എന്തുമാത്രം ക്ഷമയാ, എന്തുമാത്രം സഹനശക്തിയാ, നീ എല്ലാം മനസ്സിലാക്കുന്നു, ഒരു പരാതിയില്ല, പെറുവീർപ്പില്ല. നമ്മുടെ കുടുംബത്തിലൊക്കെ പരാതി, പെറുവീർപ്പ്, കുറ്റപ്പെടുത്തല്, അതൊരു ചേർന്ന് പോയി ശപിക്കൽ, ഇതൊക്കെ ഭയങ്കര ഒരു പൈശാചികമാണ്. ഇതൊന്നുമില്ല. ഇതിങ്ങനെ യോസേപ്പിതാവ് പറയാ. അപ്പൊ മാതാവ് എന്താ പറയുന്നറിയോ? ചേട്ടാ, എനിക്കിങ്ങനെയൊക്കെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അതെന്റെ കഴിവൊന്നുമില്ല, പിന്നെയോ നമ്മുടെ ദൈവം അവിടുത്തെ കൃപകൾ എന്നിൽ നിറച്ചുകൊണ്ട്
എന്നെ അതിനുവേണ്ടി ശക്തിപ്പെടുത്തുകയാണ്, എന്നെ അതിനുവേണ്ടി അനുഗ്രഹിക്കുകയാണ്. കൃപയുടെ നിറവ് എനിക്ക് തന്നുകൊണ്ട്. പ്രിയപ്പെട്ടവരെ, ആ നിമിഷം മുതൽ യോസേപ്പ് പിതാവ് ഒരു പ്രാർത്ഥന എങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്ന പറയാം. നമ്മളൊക്കെ അത് പഠിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് കേട്ടോ. യോസേപ്പ് പിതാവ് പ്രാർത്ഥിക്കണം, കർത്താവേ, അങ്ങയുടെ കൃപകൾ എന്നിൽ നിറച്ച് ആ കൃപകളെ വിതരണം ചെയ്യുന്ന ഒരു ഉപകരണമാക്കി എന്നെ മാറ്റണമേ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ വ്യക്തി ജീവിതങ്ങള്, നമ്മുടെ കുടുംബത്തിലെ ഓരോ മക്കളും ഈ ഒരു അഭിഷേകത്താൽ നിറയപ്പെടാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. എന്താണ് അഭിഷേകം? കർത്താവേ, അങ്ങയുടെ കൃപകൾ നിറച്ച് ആ കൃപകളെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന, വിതരണം ചെയ്യുന്ന ഒരു ഡിവൈസ്, ഒരു ഉപകരണമാക്കി മാറട്ടെ ഞാൻ. നമ്മുടെ കുടുംബത്തില് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ദൈവകൃപ നിറഞ്ഞ് ആ കൃപ പകർന്നു കൊടുക്കുന്ന മക്കളായിട്ട് മാറിക്കഴിഞ്ഞാൽ എന്തായിരിക്കും പ്രിയപ്പെട്ടവരെ നമ്മുടെ ബന്ധം, നമ്മുടെ കുടുംബം, ആ ജീവിതം? സ്നേഹത്തില്, ഐക്യത്തില്, ക്ഷമയില്, സൗമ്യതയില്, ആത്മസംയമനത്തില്, വലിയ സമാധാനത്തില്, സന്തോഷത്തില് നമ്മുടെ കുടുംബം ദൈവകൃപയുടെ നിറവിൽ. ഓ, എന്റെ പ്രിയപ്പെട്ട മക്കൾ സ്വപ്നം കൊണ്ടുനോക്കി അതിനുവേണ്ടി പ്രാർത്ഥിക്കും, അതിനുവേണ്ടി ആഴത്തിൽ പ്രാർത്ഥിക്കണം മക്കളെ. ഒക്ടോബർ മാസത്തില് നമ്മൾ ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി അതിശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ പോകും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ കുടുംബങ്ങളെ കൃപയിൽ നമുക്ക് തിരിച്ചു പിടിക്കണം. നമ്മുടെ മക്കളെ കൃപയിൽ നിറച്ച് നമുക്ക് തിരിച്ചു പിടിക്കണം. ആ കൃപ നിറഞ്ഞാൽ നമ്മുടെ മക്കൾ നമ്മുടെ കുടുംബത്തിലേക്ക് വരും, ഒരു സംശയമില്ല. അതുകൊണ്ട് ഒരുമിച്ച് വലിയ ദാഹത്തോടെ, വലിയ എളിമയോടെ, പരിശുദ്ധാമ്മയോട് ചേർന്ന്, യോസേപ്പ് പിതാവിനോട് ചേർന്ന് വലിയ സാന്നിധ്യത്തിന്റെ ശക്തി അനുഭവിച്ചുകൊണ്ട് ഈ അഭിഷേകത്തിന് വേണ്ടി ഈ ഒക്ടോബർ മാസത്തിലേക്ക് പ്രവേശിക്കുന്ന നാളെ മുതൽ അതിശക്തമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുങ്ങാം. ഇന്ന് ഈ അഭിഷേകത്തിന് പ്രാർത്ഥിച്ച് നമ്മുടെ കുടുംബം, നമ്മുടെ കുടുംബാംഗങ്ങൾ പരസ്പരം സ്നേഹിച്ച്, മനസ്സിലാക്കി, സൗഹൃദം നൽകി, സ്നേഹം നൽകി, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോത്സാഹിപ്പിച്ച്, ഫ്രണ്ട്സ്, കൂട്ടുകാരെ പോലെ അത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് കിട്ടണം. ഒരു കൂട്ടുകെട്ടിന്റെ സ്നേഹം, ഒരു സൗഹൃദം, ഒരു അംഗീകാരം അത് കുടുംബത്തിലുള്ളവരിൽ നിന്ന് കിട്ടണം. അത് കിട്ടാതെ പോകുന്നത് കൊണ്ടാണ് പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ മക്കളൊക്കെ കണ്ണി കണ്ടെടുത്തൊക്കെ പോയി സൗഹൃദം തേടി നശിക്കുന്നത്. സത്യച്ചായി പറയാ, അനേകം മക്കളുടെ പറഞ്ഞ തീരാത്ത അനുഭവങ്ങളൊക്കെ ഉണ്ട്. ഒക്ടോബർ മാസത്തില് കുറെ അനുഭവങ്ങൾക്ക് അച്ഛൻ പറയും. അതുമായിട്ട് ബന്ധപ്പെട്ട് തിരുത്തേണ്ടത് തിരുത്തി, കൃപയാൽ നിറച്ച്, ക്ഷമിച്ച്, സ്നേഹിച്ച് നമ്മുടെ കുടുംബത്തെ നമുക്ക് തിരിച്ചു പിടിക്കണം. അഭിഷേകത്തിന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ സെപ്റ്റംബർ മാസത്തിന്റെ അവസാനത്തെ ദിവസത്തില് നമ്മൾ നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ മക്കളെയും ദിവികാനുസന്നതിയിൽ ഈ അഭിഷേകത്തിന് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഒക്ടോബർ മാസത്തിലേക്ക് നാളെ മുതൽ വലിയ പ്രാർത്ഥനയോടെ ഈ കൃപയുടെ അഭിഷേക ശക്തി നിറയപ്പെട്ട് നമ്മൾ അനുഗ്രഹിക്കപ്പെടാൻ ജപമാലയുടെ ശക്തമായ മധ്യസ്ഥ സാന്നിധ്യ സംരക്ഷണത്തില് അമ്മയോടും ഒപ്പം യോസേപ്പ് പിതാവിനോടും ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാനിടയാട്ടെ. എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, ഇവിടെ വൈദികര ധ്യാനം നടക്കുകയാണ്. നിങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം അച്ഛന്മാർക്ക് വേണ്ടി. അതോടൊപ്പം തന്നെ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുക, നമ്മുടെ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾ എല്ലാവരും ഈ ചാനല് അനേകം മക്കൾക്ക് പകർന്നു കൊടുക്കണം കേട്ടോ. അനേകം മക്കൾ, പുതിയ ആളുകളൊക്കെ ഇതിൽ പങ്കെടുത്തുകൊണ്ട് വിളിക്കുക. അച്ഛാ, ഇന്നു മുതലേ കൂടിയ, ഇന്നലെ മുതലേ കൂടിയ എന്നൊക്കെ പറഞ്ഞ് പലരും ഈ ദിവസങ്ങളിൽ വിളിക്കാനിടയെ നിങ്ങളാണ് പങ്കുവെച്ചു കൊടുക്കുന്നതിന് ഓർക്കുകയാണ്. അതുകൊണ്ട് അനേകരും വലിയ സന്തോഷത്തോടെ വിളിക്കുന്ന ആദ്യമായിട്ട് കൂടിയവര്. അതുകൊണ്ട് ഈ നമുക്കറിയാം, ഈ ശുശ്രൂഷ തുടങ്ങിയിട്ട് ഒരു വർഷം കഴിഞ്ഞു, ഒരു വർഷവും ഒരു മാസവും കഴിഞ്ഞു. അതുകൊണ്ട് ഈ ശുശ്രൂഷ എത്തിക്കാനിടത്ത് എത്തിക്കണം. കാരണം ഇത് പങ്കെടുക്കുന്ന, ഇന്നലെയും മിഞ്ഞാന്നൊക്കെ പങ്കെടുത്തവര് എന്ത് സന്തോഷത്തോടെയാ പറയുന്നറിയോ, അച്ഛാ ഇത് പങ്കെടുക്കാൻ പറ്റിയില്ലല്ലോ. ഞാൻ പറഞ്ഞു, ഇനി പങ്കെടുത്തോ, നമ്മൾ മുടങ്ങണില്ല. മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി ഈ കാലഘട്ടത്തിന്റെ ആവശ്യകത മനസ്സിലാക്കി നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട മക്കളെ, ദൈവം നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി അച്ഛൻ പറയാണ്, നമ്മൾ ഈ ശുശ്രൂഷ അനേകർക്ക് പകർന്നു കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ധ്യാന കേന്ദ്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അച്ഛനും അച്ഛൻ്റെ ടീം അംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്കൊരുമിച്ച് ദൈവത്തിന്റെ വലിയ കൃപയ്ക്കായി ആശിക്കാം. നമ്മ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ മക്കളെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങളുടെ കുടുംബങ്ങളെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനും അങ്ങയുടെ കൃപയാലും സ്വർഗത്തിന്റെ സഹായത്താലും നിറച്ചെടുക്കുവാൻ വേണ്ടി അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ വലിയ പ്രാർത്ഥനാ കൂട്ടായ്മയോർത്ത്
ഈ ശുശ്രൂഷയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കാർമൽ ധ്യാന കേന്ദ്രത്തെയും ഈ കാർമൽ മീഡിയയെയും ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും കർത്താവേ തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. 2024 ഓഗസ്റ്റ് 27 മുതൽ ആരംഭിച്ച ഈ വലിയ പ്രാർത്ഥനാ യജ്ഞം ഇതുവരെ മുടങ്ങാതെ കൊണ്ടുപോകുന്നതിനെ ഓർത്ത് ഈശോയെ അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഓരോ ദിവസവും രാവിലെ 5 മണി മുതൽ ആ ദിവസം മുഴുവനും പല സമയത്തായിട്ട് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ആയിരക്കണക്കിന് മക്കളെ ഓർത്ത് ഈശോയെ നന്ദി പറയുന്നു. കർത്താവേ, അങ്ങയുടെ മക്കളുടെ പ്രാർത്ഥനകളിൽ സംപ്രീതനായിട്ട് അങ്ങ് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച് അനേക മക്കളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ, മടുപ്പ് കൂടാതെ ഒട്ടും തന്നെ വിട്ടുപോകാതെ നിരന്തരമായിട്ട് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന അനേക മക്കൾ പറയുന്ന അനുഭവങ്ങളോർത്ത് സാക്ഷ്യങ്ങളോർത്ത് നന്ദി പറയുന്നു. കർത്താവേ, ഈ കാലഘട്ടത്തിന്റെ അടയാളങ്ങളും അവസ്ഥകളും മനസ്സിലാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെ മേലും, ഇവരുടെ കുടുംബങ്ങളുടെ മേലും, ഇവരുടെ പ്രിയപ്പെട്ട മക്കളുടെ മേലും, ഇവരുടെ എല്ലാ നിയോഗങ്ങളുടെ മേലും കർത്താവേ അങ്ങയുടെ ശക്തമായ ഇടപെടലും അങ്ങയുടെ കരബലത്തിന്റെ പ്രവൃത്തികളും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്ന് പ്രത്യേകമായ വിധത്തില് അങ്ങ് ഞങ്ങൾക്ക് നൽകിയ വലിയ സന്ദേശം, പ്രാർത്ഥിക്കാനുള്ള വിഷയം, ഞങ്ങളുടെ കുടുംബാംഗങ്ങള് പരസ്പരം മനസ്സിലാക്കി, പരസ്പരം സ്നേഹിച്ച്, പരസ്പരം അംഗീകരിച്ച് കർത്താവ് കുടുംബത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങും തണലുമായിട്ട് മാറണം. ഞങ്ങളുടെ കുടുംബത്തിലുള്ള മക്കൾക്ക് വേണ്ട സ്നേഹം, സൗഹൃദം, സമാധാനം, അംഗീകാരം, കർത്താവെ വീണ് പോയാലും താങ്ങുന്ന വലിയ സഹായം ഞങ്ങളുടെ മക്കൾക്ക് ലഭിക്കത്തക്ക വിധം ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഓരോ മക്കളെയും അങ്ങയുടെ കൃപയാൽ നിറയ്ക്കണമേ ഈശോയെ. ജീവിത പങ്കാളിയില്, മക്കളില്, അമ്മായിയപ്പനില്, അമ്മായി അമ്മയില്, മരുമക്കളില്, ഞങ്ങളുടെ പ്രിയപ്പെട്ട യുവമക്കളില്, കുഞ്ഞുമക്കളില്, സഹോദരങ്ങളില് കർത്താവേ അങ്ങയുടെ വലിയ കൃപ നിറച്ച് സ്നേഹിക്കാനും ക്ഷമിക്കാനും സ്നേഹിച്ച് ചേർത്ത് പിടിക്കാനും കർത്താവെ സൗഹൃദവും സമാധാനവും ഒക്കെ നൽകുവാനും ഇടയാകുന്ന കൃപയുടെ അഭിഷേകം ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ മക്കളിലും നിറയട്ടെ. അങ്ങനെ വേണ്ട സ്നേഹം, സൗഹൃദം, അംഗീകാരം കുടുംബത്തിൽ തന്നെ മക്കൾക്ക് ലഭിക്കാനും ഒരു കാരണവശാലും പുറത്തേക്കിറങ്ങി കൂട്ടുകെട്ടിൽ നിന്ന് മറ്റുള്ളവരിൽ നിന്ന് സന്തോഷം, അംഗീകാരം, സമാധാനം, സന്തോഷം തേടിപ്പോകാതെ ഈശോയെ ഞങ്ങളുടെ മക്കളെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ തന്നെ നിറച്ചനുഗ്രഹിക്കണമേ. ദൈവികാരി ഈശോയെ, അതിനെല്ലാം അങ്ങയുടെ ജീവൻ ഞങ്ങൾക്ക് വേണം, അങ്ങയുടെ കൃപ ഞങ്ങൾക്ക് വേണം, അങ്ങയുടെ സഹായം ഞങ്ങൾക്ക് വേണം, അങ്ങയുടെ ശക്തി ഞങ്ങൾക്ക് വേണം. അതിനെല്ലാം വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ഓരോരുത്തരെയും വ്യക്തിപരമായി കണ്ട് പ്രിയപ്പെട്ട മക്കളെ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് ഓരോ മക്കളിലും കൃപകൾ നിറയപ്പെടാനും കർത്താവെ അങ്ങയുടെ കൃപകൾ നിറച്ച് ആ കൃപകളെ വിതരണം ചെയ്യുന്ന ഉപകരണങ്ങളാക്കി ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ മക്കളെയും മാറ്റണമേ. അങ്ങയുടെ കൃപയുടെ ഉപകരണങ്ങളായിട്ട് ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോരുത്തരും മാറട്ടെ. ഈ വലിയ അനുഗ്രഹം ഈ ആശീർവാദത്തിലൂടെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് പ്രാർത്ഥനയോടെ ഈ ഒരു നിയോഗത്തിനും അഭിഷേകത്തിനും വേണ്ടി സ്വീകരിച്ച് പ്രാർത്ഥിക്കാം. മക്കളെ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കർത്താവേ, ദിവ്യവരങ്ങൾ ഞങ്ങളുടെ മക്കളിലേക്ക്, ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ഓരോരുത്തർക്ക് ചിന്തിക്കൊണ്ട് കൃപയുടെ നിറവിൽ നിന്ന് കൃപ പകർന്നു കൊടുക്കുന്ന എല്ലാ മക്കളെയും അഭിഷേകത്താൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രാർത്ഥിച്ച മക്കളെ ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവെ, ഞങ്ങളുടെ കുടുംബങ്ങൾ ശത്രുക്കളെ പോലെ ആകാതെ
ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ സ്നേഹിതരായി മാറട്ടെ, മിത്രങ്ങളായി മാറട്ടെ, പരസ്പരം സഹായിക്കുന്നവരായി തീരട്ടെ, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നവരായിട്ട് മാറട്ടെ. ശത്രുതയുടെ പൈശാചിക ശക്തി സാന്നിധ്യം ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ വിട്ടകന്നു പോകട്ടെ. ഈശോയുടെ നാമത്തിൽ ദിവ്യഗാന സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഈശോയെ